ആശാൻ എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. ഒരു ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സിനിമക്കുള്ളിലെ സിനിമ എന്നൊരു സംഭവമാണ് ഈ സിനിമ മെയിനായിട്ട് പറയുന്നത്. ജോൺ പോൾ ജോർജ് ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ഇതിനു മുമ്പത്തെ സിനിമകളായ അമ്പിളി, ഗപ്പി എന്ന സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു ലെവലിലേക്ക് സിനിമ എത്തിയില്ല എന്ന് തന്നെ പറയാം. സിനിമയിലെ ഒരു മെയിൻ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ആക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ്. ഇന്ദ്രൻസ് ഒക്കെ നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. ജോമോൻ ജ്യോതിർ ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുള്ളിയുടെ ക്യാരക്ടറും ചെയ്തിട്ടുണ്ട്. ശോഭി തിലകൻ ചെയ്ത ഒരു ഡയറക്ടറിന്റെ റോളാണ്. അപ്പൊ പുള്ളി നല്ല ഗംഭീരമായിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. മറ്റൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി സീൻസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ആയിട്ടുണ്ട്. സിനിമ സെറ്റിൽ സംഭവിക്കുന്ന കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ. അപ്പൊ ആ ഒരു സംഭവം ത്രൂ ഔട്ട് ആയിട്ട് സിനിമയിൽ വന്നില്ല. പക്ഷെ കോമഡിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് അത് നന്നായിട്ട് തന്നെ അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ജോൺ പോൾ ജോർജ് തന്നെയാണ് സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ സിനിമയിൽ വന്നിട്ടുണ്ട്. പിന്നെ വിഷ്വൽസും നല്ല രസമായിട്ട് തന്നെ അവർ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. സിനിമക്കുള്ളിലെ സിനിമാ കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഒരു സിനിമ എടുക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്നുള്ളതൊക്കെ ഈ സിനിമയിൽ അവർ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഈ സിനിമയുടെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് സിനിമയിൽ കാണിക്കുന്ന ഇമോഷനും കാര്യങ്ങളൊക്കെ ഒരു ഇന്റൻസ് ആയിട്ട് വന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ അത് നമുക്ക് ഭയങ്കര മിസ്സിംഗ് ആയിട്ട് തോന്നി. ആ ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ മൊത്തത്തിൽ സിനിമ ഭയങ്കര ഒരു ലെങ്ത്, ഇത്രയും ലെങ്ത് ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. ഒരു ചെറിയൊരു സിനിമയാക്കി ഇറക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒന്ന് പ്രേക്ഷകർക്ക് കണക്ട് ആയിരുന്നു സിനിമ. ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാവുന്ന ഒരു ആവറേജ് മൂവി ആയിട്ടാണ് ആശാൻ എനിക്ക് അനുഭവപ്പെട്ടത്.